പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ അപകടത്തിൽ മരിച്ച ആൽവിനെ ഇടിച്ചത് ബെൻസ് എന്ന് പോലീസ്. വാഹനം ഓടിച്ചത് 999 ഓട്ടോമോട്ടീവ് ഉടമ സാബിത്ത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല, രേഖകളില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും സാബിത്തിന്റെയും രണ്ടാമത്തെ വാഹനം ഓടിച്ച ജീവനക്കാരൻ റയീസിന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും വെള്ളയിൽ CI ബൈജു കെ ജോസ് അറിയിച്ചു. രമ്യദാസിന്റെ വിവരങ്ങളുമായി. രമ്യ, ഇന്നലെ രാവിലെ നടന്ന സംഭവം, ഇതിനുശേഷം ഈ വാഹനം ഓടിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ മറ്റൊരു വാഹനം ഇടിച്ചു എന്നായിരുന്നു മൊഴി നൽകിയത്. ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണോ മൊഴി മാറ്റിയത്? ഇതുമായി ബന്ധപ്പെട്ട് അതായത് 2 വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഒരു പ്രമോഷൻ വീഡിയോ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നത്. അതായത് ബെൻസ് വാഹനമാണ് ഇതിൽ ഇടിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. അതായത് ഈ 2 വാഹനങ്ങളിൽ ബെൻസ് അല്ല മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. ഈ വാഹനമാണ് ഇടിച്ചതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ. അതായത് ഈ 2 വാഹനം ഓടിച്ച 2 പേരും ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട ഈ സാബിത്തും അതുപോലെ തന്നെ വാഹനം ഓടിച്ചത് ഈ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് ഉടമയായ സാബിത്താണ്. കൂടാതെ ഈ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു ജീവനക്കാരനുമാണ് ഈ 2 വാഹനങ്ങളായിട്ട് ഓടിച്ചിരുന്നത്. ഇതിൽ സാബിത്ത് ഓടിച്ച ബെൻസ് ആണ് ഇപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അപകടം വരുത്തിയത്. അതായത് ആൽവിനെ ഇടിച്ചതെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതായത് ഈ അപകടത്തിൽപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞതെന്നുമാണ് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതായത് ഈ ബെൻസ് വാഹനം തെലങ്കാന രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഈ 999 ഓട്ടോമോട്ടീവിന്റെ മറ്റൊരു സ്ഥാപനം തെലങ്കാനയിലും ഇവർക്കൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഇപ്പോൾ അതായത് കസ്റ്റഡിയിലുള്ള ബെൻസ്. അത് ഈ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ച് കേരള രജിസ്ട്രേഷനിലേക്ക് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ക്ലെയിം ഉൾപ്പെടെയുള്ളവ അതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരിച്ച ആൽവിന് അതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ളവ നൽകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൊഴി മാറ്റി പറഞ്ഞതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. എന്ത് തന്നെ ആയാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ശരി രമ്യ.